നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോറിയിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. ശിശുരോഗ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കും. ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ്, പ്രദർശനവും ബുക്കിംഗും ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ചു. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. ലോറിയിടിച്ച് പരിക്കേറ്റ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. ലോറിയിടിച്ച് പരിക്കേറ്റ് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ സമീപം താമസിക്കുന്ന നെച്ചിക്കുത്ത് രവിയുടെ മകൾ മേഘയാണ് മരിച്ചത്. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:50 സംഭവം. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ ലോറി പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിലേക്ക് പോവുകയായിരുന്ന ബസ്സിലും ഓട്ടോയിലും വാനിലും ഇടിച്ച ശേഷം മേഘയും പിതാവ് രവിയും സഞ്ചരിച്ചിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ലോറി പെരിന്തൽമണ്ണ CI ഓഫീസിന്റെ മതിൽ തകർത്താണ് നിന്നത്. ലോറിക്കിടയിലും മതിലിനിടയിലും പെട്ടാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. രവി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്ന് തന്നെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. പീഡ് ഡെർമാക്കോൺ 2015 എന്ന പേരിൽ ശിശുരോഗ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം ഈ മാസം 19 പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. കുട്ടികളിലെ ത്വക്ക് രോഗങ്ങൾ, പ്രതിരോധം, പ്രതിവിധി, ചികിത്സാക്രമം എന്നിവ മുഖ്യ വിഷയമാക്കി ശിശുരോഗ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം ഈ മാസം 19 പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ സാമുവൽ കോശി, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ K. ദീപു എന്നിവർ അറിയിച്ചു. ഡോക്ടർ V. വേണുഗോപാൽ, ഡോക്ടർ PM കുട്ടി, ഡോക്ടർ S. ഓമന എന്നിവർ രക്ഷാധികാരികളും ഡോക്ടർ KK ജോഷി കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ് എക്സിബിഷനും ബുക്കിംഗും പെരിന്തൽമണ്ണ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ചു. ശനിയാഴ്ച സമാപിക്കും. പെരിന്തൽമണ്ണ നഗരസഭയുടെ ശുചിത്വഗൃഹം ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റുകളുടെയും പൈപ്പ് കമ്പോസ്റ്റിന്റെയും പ്രദർശനവും ബുക്കിംഗുമാണ് 16 മുതൽ 18 വരെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടക്കുക. ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് 50%, പൈപ്പ് കമ്പോസ്റ്റിന് 90% സബ്സിഡി ലഭിക്കും. നഗരസഭ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ M. മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C. നടരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MK ശ്രീധരൻ, MK സുഹറ, KC മൊയ്തീൻകുട്ടി, AP സുശീല, പച്ചേരി ഫാറൂഖ്, B. മോഹനൻ, ഷീബ ഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ മുതിർന്ന പൗരന്മാർക്കുള്ള സർവേ ആരംഭിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സർവേ ആരംഭിച്ചു. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യം, സാമ്പത്തികം, സാമൂഹിക പശ്ചാത്തലം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. കുടുംബശ്രീ, അങ്കണവാടി വർക്കർമാർ, ആശാ വർക്കർമാർ എന്നിവരാണ് വിവരശേഖരണം നടത്തുന്നത്. വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി. എരവിമംഗലത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. P. വേണുഗോപാലൻ, സീനിയർ സിറ്റിസൺസ് ക്ലബ് കൺവീനർ TP അച്യുതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റ് പെരിന്തൽമണ്ണയിൽ മോറൽ സ്കൂൾ ആരംഭിച്ചു. ഒഴിവുകാലം നന്മയുടെ പൂക്കാലം എന്ന പേരിൽ MSM പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഖ്റ അവധിക്കാല മോറൽ സ്കൂൾ TT പ്ലാസ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. KNM മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ അബൂബക്കർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. V. യൂസഫ് മദനി അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ മിസ്കാത്തി, KP മുഹമ്മദ് അലി മദനി, അഷ്റഫ് കൊളത്തൂർ, ഡോക്ടർ ഹഷിയത്തുള്ള, സഫീർ പുലാമന്തോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. മോറൽ സ്കൂൾ ഈ മാസം 14 മുതൽ 22 വരെ രാവിലെ 9:30 മുതൽ 12:30 വരെ TT പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക, ഭക്ഷ്യസുരക്ഷാ നിയമം സംസ്ഥാനത്ത് അടിയന്തരമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോറിയിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. ശിശുരോഗ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കും. ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ്, പ്രദർശനവും ബുക്കിംഗും
ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.